ഉത്തർപ്രദേശിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി. ദളിത് പെൺകുട്ടിയെ മതം മാറ്റാൻ കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നുവെന്ന പരാതിയിൽ രണ്ടുപേർ UP-യിൽ പിടിയിൽ. ദിൽഹട്ട് ഗ്രാമത്തിലെ താമസക്കാരായ കക്കാഷ് ബാനു, മുഹമ്മദ് കൈഫ് എന്നിവരാണ് അറസ്റ്റിലായത്. 15 വയസ്സുകാരിയെ തൃശ്ശൂരിലാണ് ഇവരെത്തിച്ചത്. കുട്ടിയെ പണം നൽകി വശീകരിച്ച് മതപരിവർത്തനത്തിനായി മെയ് 8-ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നെന്നാണ് കുട്ടിയുടെ അമ്മയുടെ പരാതി. ദരിദ്ര കുടുംബങ്ങളിൽപ്പെട്ട പെൺകുട്ടികളെ മതം മാറ്റാനായി കേരളത്തിലേക്ക് കൊണ്ടുപോകുന്ന സംഘടിത ശൃംഖലയിൽപ്പെട്ടവരാണ് ഇവരെന്ന് UP പോലീസ് സംശയിക്കുന്നു. ജൂൺ 28-ന് ലിൽഹട്ട് ഗ്രാമത്തിലെ ഗുഡ്ഡി ദേവി എന്ന സ്ത്രീ ഫുൽപൂർ പോലീസിനെ സമീപിച്ചതോടെയാണ് സംഭവം പുറം ലോകം അറിയുന്നത്. കക്കാഷ ബനോയും മറ്റൊരാളും 15 വയസ്സുള്ള തന്റെ മകളെ പണം നൽകി വശീകരിച്ച് മതപരിവർത്തനത്തിനായി കേരളത്തിലേക്ക് കൊണ്ടുപോയി എന്നായിരുന്നു പരാതി. हमारी लड़की 8 मई को दावत खाने गई थी कोटेदार के बिटिया के साथ शादी में और वहीं से गायब हो गई 10 बजे रात. हम हेर रहे थे कहाँ गई और दरस्ता के साथ फूलपुर पैदल आई थी और उसके बाद वहीं से गायब हो गई. यहाँ से इलाहाबाद एक लड़का ने पहुँचाया इलाहाबाद तक. ഫുൽപൂർ ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തിയത്. കക്കാഷ ബനോ പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ മതപരിവർത്തനത്തിനായി കേരളത്തിലേക്ക് കൊണ്ടുപോയിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. കക്കാഷ ബനോയും മുഹമ്മദ് കൈഫും പെൺകുട്ടിയുമായി ആദ്യം ഡൽഹിയിലേക്കും പിന്നീട് കേരളത്തിലേക്കും ട്രെയിനിൽ കയറിയതായാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. लिलहट की ही रहने वाली तरकशा बानो पुत्री मोहम्मद इस्माइल उम्र 19 वर्ष द्वारा पहला फुसाद कर व पैसों का प्रलोभन देकर उसकी 15 वर्षीय नाबालिग लड़की को धर्म परिवर्तन कराने के उद्देश्य से केरल ले जाया गया तथा इस संबंध में थाना फूलपुर पर सूचना देने पर अज्ञात नंबर से फ़ोन करके गाली गलौज व जान से मारने की धमकी दी. മുഹമ്മദ് കൈഫ് പെൺകുട്ടിയോട് മോശമായി പെരുമാറുകയും ഗർഭഛിദ്രശ്രമം നടത്തുകയും ചെയ്തുവെന്നും ആരോപണമുണ്ട്. തൃശൂരിൽ എത്തിയ പെൺകുട്ടിയെ മതം മാറാൻ പണം വാഗ്ദാനം ചെയ്തു. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘമാണ് പിന്നിലെന്ന് പെൺകുട്ടിക്ക് ബോധ്യപ്പെട്ടതോടെ ഇവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. പോലീസിനെ സമീപിച്ച ദുരിതങ്ങൾ വിവരിച്ചു. തുടർന്ന് പോലീസ് പ്രയാഗ്രാജിലെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടുകയായിരുന്നു. പെൺകുട്ടിയെ തൃശൂരിലെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറുകയും ചെയ്തു. നിലവിൽ പ്രയാഗ്രാജിലെ സർക്കാർ സംരക്ഷണ കേന്ദ്രത്തിലാണ് പെൺകുട്ടിയുള്ളത്. അതീവ പ്രാധാന്യത്തോടെയാണ് UP പോലീസ് കേസ് അന്വേഷിക്കുന്നത്. സംഭവത്തിൽ കേരള പോലീസും അന്വേഷണം തുടങ്ങിയതായാണ് വിവരം. ന്യൂസ് ഡെസ്ക്, News 18.